ഇന്ത്യയിൽ ബംഗാൾ പിടിച്ചതോടെ ബി.ജെ.പി. ഒരു അജയ്യമായ ശക്തിയായി മാറിക്കഴിഞ്ഞു എന്ന് വിലയിരുത്തപ്പെടുന്നു. തീർച്ചയായിട്ടും ഇതിന് പിന്നിൽ ഒരുപാട് ഹോംവർക്കുണ്ട്, ഒരുപാട് തന്ത്രങ്ങളുണ്ട്, ഒരുപാട് രാഷ്ട്രീയ പ്രതിഭാസങ്ങളും പ്രതിഭകളുമുണ്ട്. അതിൽ ഒരു പ്രതിഭയാണ് അമിത് ഷാ എന്ന ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി. ആഭ്യന്തരമന്ത്രി കസേരയിൽ ഏറ്റവും കൂടുതൽ കാലം എന്ന റെക്കോർഡിനോട് അടുക്കുകയാണ് അമിത് ഷാ. പക്ഷേ അമിത്ഷായുടെ മനസ്സിൽ നിരവധി ഉദ്ദേശങ്ങൾ ഉണ്ട്. ഇന്നത്തേക്കോ നാളത്തേക്കോ മറ്റന്നാളത്തേക്കോ വേണ്ടിയല്ല അമിത്ഷാ പ്രവർത്തിക്കുന്നത്. അമിത്ഷാ 10-20 കൊല്ലത്തേക്ക് ബി.ജെ.പി. രാഷ്ട്രീയം എങ്ങനെയാകും, രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ആ ഒരു സപ്പോർട്ടോടുകൂടി എങ്ങനെ ഇന്ത്യ ഭരിക്കാം എന്നതിനെക്കുറിച്ചും ബി.ജെ.പി. ആഗ്രഹിക്കുന്ന തരത്തിലുള്ള പദ്ധതികളും അതുപോലെ നടപടികളുമൊക്കെ ഇന്ത്യയിൽ എങ്ങനെ നടത്താം എന്നതിനെക്കുറിച്ച് കൂടിയാണ് അമിത്ഷാ ചിന്തിക്കുന്നത്. അതിന് അദ്ദേഹം ഈ തിരഞ്ഞെടുപ്പുകളിലൂടെയൊക്കെ തന്നെ വഴിവെട്ടുകയാണ്. പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും ഒക്കെ തട്ടിമാറ്റി വളരെ സുഗമമായി ഭാരതീയ ജനതാ പാർട്ടിക്ക് മുന്നേറുന്നതിന് വേണ്ട സൗകര്യവും സന്ദർഭവും ഒരുക്കുകയാണ് സത്യം പറഞ്ഞാൽ അമിത്ഷാ എന്ന രാഷ്ട്രീയ പ്രവർത്തകൻ ചെയ്യുന്നത്. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിജയവും. അദ്ദേഹത്തിന് തിരിച്ചടികൾ ഉണ്ടായിരുന്നിരിക്കാം, പരാജയങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ അതിൽ നിന്നൊക്കെ പാഠങ്ങൾ ഉൾക്കൊണ്ട് അതിശക്തമായി തന്നെ അമിത്ഷാ മുന്നേറുകയാണ്. അമിത്ഷായുടെ മനസ്സിൽ പല ചിന്തകളുമുണ്ട്, പല തരത്തിലുള്ള സ്വപ്നങ്ങളുമുണ്ട്, പല രീതിയിലുള്ള പ്ലാനുകളുമുണ്ട്. തെരഞ്ഞെടുപ്പ് യന്ത്രമായി ബി.ജെ.പിയെ മാറ്റിയ ആളാണ് അമിത്ഷാ. ബി.ജെ.പി. ഒരു കംപ്ലീറ്റ് ഇലക്ഷൻ പാർട്ടിയായി മാറി. അതായത് ഇലക്ഷന് മത്സരിച്ച് ജയിക്കുന്നത് ബി.ജെ.പിയെ സംബന്ധിച്ച് വളരെ സുഗമമായ ഒരു പരിപാടിയായി മാറി അമിത്ഷായുടെ കീഴിൽ. ആസൂത്രണത്തിലും തന്ത്രങ്ങൾ മെനയുന്നതിലും തീരുമാനങ്ങൾ വേഗത്തിൽ നടപ്പാക്കുന്നതിനുമുള്ള പാടവം കാരണം രാഷ്ട്രീയ ചാണക്യൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അദ്ദേഹം ആഭ്യന്തരമന്ത്രി ആയപ്പോഴും പാർട്ടിയുടെ വിശ്വാസം തെറ്റിച്ചില്ല. ഇതിനകം രാജ്യത്ത് ഏറ്റവും കൂടുതൽ കാലം ആഭ്യന്തരമന്ത്രി കസേരയിൽ ഇരുന്ന ആളായ അമിത്ഷാ രണ്ടാം ടേമിൽ പ്രവർത്തനം ഊർജിതമാക്കിയിട്ടുണ്ട്. ആദ്യ ടേമിൽ അമിത്ഷായുടെ നീക്കങ്ങൾ വളരെ ക്ഷമയുടെ ആയിരുന്നു. 2019 ഓഗസ്റ്റിൽ ജമ്മു കശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന 370 വകുപ്പും 35A എടുത്തു കളഞ്ഞതും സൂക്ഷ്മമായ ആസൂത്രണത്തിന്റെ തെളിവായിരുന്നു. പ്രതിപക്ഷത്തിന്റെ ഓരോ നീക്കവും നിയമപരമായി വന്നേക്കാവുന്ന എല്ലാ വെല്ലുവിളികളും മുന്നിൽ കണ്ട് ശ്രദ്ധാപൂർവ്വം ഓരോ കരുക്കളും നീക്കിയാണ് അമിത്ഷാ അത് സാധിച്ചെടുത്തത്. അതിനു മുൻപ് തന്നെ രാജ്യത്ത് കോളിളക്കം സൃഷ്ടിക്കാവുന്ന നടപടി സുഗമമാക്കാൻ വേണ്ടി രാഷ്ട്രീയ നിലമൊരുക്കുന്നതിലും അമിത്ഷാ വിജയിച്ചു. രണ്ടാം ഊഴത്തിൽ കളി പൂർണ്ണമായി മാറി. അതിവേഗത്തിലാണ് രാജ്യത്തെ ആന്തരിക സുരക്ഷയിലും അതിർത്തി സുരക്ഷയിലും ഒക്കെ തന്നെ അദ്ദേഹം മാറ്റങ്ങൾ കൊണ്ടുവന്നത്, നടപടികൾ ഉണ്ടായത്. ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ അതിർത്തികളെ സംരക്ഷിക്കാൻ നടപടികൾ എടുത്തതും ജനസംഖ്യാ മാറ്റത്തെക്കുറിച്ച് പഠിക്കാൻ കമ്മീഷനെ വെച്ചതും അധികം വൈകാതെ പൗരത്വ രജിസ്റ്റർ നടപ്പാക്കാനുള്ള ആസൂത്രണത്തിന്റെ ഭാഗമായിരിക്കാം എന്നും വിലയിരുത്തപ്പെടുന്നു. അമിത്ഷാ തീർച്ചയായിട്ടും ഒന്നും മുന്നിൽ കാണാതെ ഒരു കാര്യങ്ങളും ചെയ്യില്ല എന്നത് സത്യം. ബംഗാളിലും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലും ബി.ജെ.പി. ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും ഒക്കെ തന്നെ ജനങ്ങളെ ഒപ്പം കൂട്ടിക്കൊണ്ട് കൂടെ നിൽക്കുന്ന NDA ഘടകകക്ഷികളെ ഒപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് നിരവധി നടപടികൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നു. ഇനി നാഷണൽ രജിസ്റ്റർ ഫോർ സിറ്റിസൺഷിപ്പ് എന്നുള്ള ഒരുപാട് കോളിളക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കിയ ഒരു നടപടി ഉടൻ തന്നെ കൊണ്ടുവരാനായിട്ടുള്ള ശ്രമങ്ങളുടെ ഭാഗമായി അതിന് മുന്നിൽ നിൽക്കുന്ന തടസ്സങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് അതിവേഗം കളിക്കുകയാണ് അമിത്ഷാ. ഇത് വെറുമൊരു കളിയല്ല. ഒരു രാജ്യത്തിന് വേണ്ടി ഒരു രാഷ്ട്രീയ പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങളെ അത് ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിൽ അത് മാറ്റിയെടുക്കാൻ, ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിൽ അത് നടപ്പിലാക്കാൻ വേണ്ട നടപടികളാണ്, അല്ലെങ്കിൽ അതിനുവേണ്ട തന്ത്രങ്ങളാണ് അമിത്ഷാ പയറ്റിക്കൊണ്ടിരിക്കുന്നത് എന്ന് സാരം. ഇനിയും പല കളികളും കാണാനിരിക്കുന്നതേ ഉള്ളൂ. അമിത്ഷാ എന്ത് ചിന്തിക്കും എന്നുള്ളത് നരേന്ദ്രമോദിക്ക് പോലും അറിയില്ല, പാർട്ടിക്കാർക്കറിയില്ല, സംഘപ്രവർത്തകർക്കോ സംഘത്തിൻ്റെ കേന്ദ്രത്തിനോ അറിയില്ല. അമിത്ഷാ പലതും കളിക്കും, കളിക്ക് വേണ്ടി കളമൊരുക്കുകയും ചെയ്യും.